ഇപ്പോൾ ശിവരാത്രിയാണല്ലോ, അപ്പോൾ നമുക്കും പോയാലോ ചോനാങ്കുന്നിലേക്ക്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം ചോനാങ്കുന്നാണ്. അപ്പോൾ ഞങ്ങളും ചോനാങ്കുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ രായും ദച്ചുട്ടി രുദ്രാക്ഷവും കൂടെയാണ് പോണേ. അപ്പോൾ ഒരാത ഡ്രൈവിംഗ് സീറ്റിൽ കയറി നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഭഗവാനെ കാണണം, ഭഗവാനോട് കുറച്ച് കാര്യം പറയാനുണ്ട്, പിന്നെ ഭഗവാന് സുഖമാണോ എന്ന് ചോദിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വ്യാസൻ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോട്ടോ, വ്യാസൻ മണ്ണാർക്കാട്. അപ്പോൾ മൂപ്പരുടെ പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതുവരെ നേരിട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ അതൊന്ന് കാണണം. അപ്പോൾ നേരെ തന്നെ ചോനാങ്കുന്നിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുതു. അവിടുന്ന് തന്നെ അന്നദാനം കഴിച്ചു. ഉപ്പുമാവും പഴമായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഞാൻ ഉപവാസമായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പ്രഭാഷണം കേൾക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേനും അവിടെ പിന്നെ അന്നദാനം തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളതിന് നിന്നില്ല. തിരിച്ചു പിന്നെ വരുന്ന വഴിക്ക് ദച്ചുട്ടിക്കും രുദ്രാക്ഷനും കളിപ്പാട്ടമൊക്കെ വാങ്ങി പോരുന്ന വഴിക്ക് അമ്പലക്കുളത്തിൽ രുദ്രാക്ഷനെ ഇറക്കി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് തിരിച്ചു പോരുന്നു.